രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും പുതിയ ഉദയങ്ങൾ ഉണ്ടാവണം. ആ ഉദയങ്ങൾ ജനതയുടെ ക്ഷേമത്തിനാകണം. ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം. ദുരിതങ്ങൾ നിറഞ്ഞ ഒരു കാലമാണ്. എവിടെയും ദുരിതമാണ്. രാഷ്ട്രീയം ദുരിതമാകരുത്, ദുരിത നിവാരണമായിട്ട് മാറണം. ദുരിത നിവാരണമാണ് രാഷ്ട്രീയം. ദുരിതം നീക്കാനുള്ള പ്രവർത്തന പദ്ധതിയുടെ പേരാണ് പോളിറ്റിക്സ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് UDF അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ നയപരിപാടികൾ രൂപീകരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഈ തവണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഒട്ടുക്കും. ഞാൻ നമ്മുടെ ജില്ലയിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും മലപ്പുറത്തും മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലുള്ള കൺവെൻഷനുകളിലൊക്കെ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കകം പോയി. എന്തെന്നില്ലാത്ത ആവേശമാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ബാബുരാജ് പറയായിരുന്നു, എൻ്റെ സ്നേഹിതൻ, നമ്മുടെ പ്രിയ സുഹൃത്ത്, കോൺഗ്രസ് നേതാവ്, UDF നേതാവ് അജയ് മോഹൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ കുന്നംകുളത്ത് പോണത് 2 മണിക്കാണ്. 2 മണിക്കൊരു പടുകൂറ്റൻ ഹാള് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അത് കുന്നംകുളത്താണ്. കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തെ തടഞ്ഞു നിർത്താൻ ഇടതു മുന്നണിക്കെന്നല്ല ആർക്കും സാധ്യമല്ലാത്ത വിധം ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 9-ാം തീയതി വരെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, തിളച്ച് നിൽക്കുകയാണ്. ജനവികാരം അതിൻ്റെ പാരമ്യത്തിലാണ്. എന്താണ് അതിൻ്റെ കാരണം? സാധാരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ആൻറ്റി ഇൻകംബൻസി എന്ന് പറയും. രാഷ്ട്രീയത്തിലെ ഒരു സ്ഥിരം പദപ്രയോഗമാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് നമ്മൾ പറയുന്ന സംഗതിയാണ് ഇംഗ്ലീഷുകാർ പണ്ട് കാലം മുതൽ ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ആൻറ്റി ഇൻകംബൻസി, ഭരിച്ചവരോടുള്ള മടുപ്പ്, എതിർപ്പ്, അവരോടുള്ള അവമതിപ്പ്, അവരോടുള്ള അനാഭിമുഖ്യം. അതതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും പാരമ്യത്തിലും നിൽക്കുന്നത് ലോകത്തെവിടെയെങ്കിലും കാണണമെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം പൂർത്തിയാക്കിയ ഇടത് ഗവൺമെൻറ്റിലേക്ക് നോക്കണം. ജനങ്ങൾക്ക് അത്ര വലിയ അവമതിപ്പാണ്, മടുപ്പാണ്. ഒന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് ഒന്ന് ഇറങ്ങിയാൽ മതി. എൻ്റെ എളിയ ഓർമ്മയിൽ ഇത്ര കുറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ അവസരമുണ്ടായ ഒരു ഇലക്ഷൻ വേറെയില്ല. 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. സലാം സാഹിബ് സ്വാഗത പ്രസംഗത്തിൽ വിശദീകരിക്കുകയായിരുന്നു. 9-ാം തീയതി പറഞ്ഞാൽ 7-ാം തീയതി കൊട്ടിക്കലാശമാണ്. 6-ാം തീയതി പ്രചരണം അവസാനിക്കും. ഇന്ന് 26-ആണ്. 26-ൽ നിന്ന് 6-ലേക്ക് കഷ്ടി 10 ദിവസം. അത്രയേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം. പക്ഷെ ഒരു കണക്കിൽ നന്നായി. ജനങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പ്രസംഗങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല, ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. ജനങ്ങൾ എന്നോ തീരുമാനിച്ചിരിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്ന ചരിത്ര നിയോഗം, ചരിത്ര ദൗത്യം. അത്രക്ക് തകർച്ചയാണ്. സാമ്പത്തികം, സാമൂഹികം, വിദ്യാഭ്യാസപരം, തൊഴിൽപരം, യുവാക്കൾ, സ്ത്രീകൾ, സാങ്കേതിക വിദഗ്ധർ, കുട്ടികൾ, മുതിർന്നവർ, വയോധികരുടെ പെൻഷൻ. ഇനി ഒരു ജനവിഭാഗത്തെ മടുപ്പിക്കാൻ ബാക്കില്ല. ഒക്കെ സഹിക്കാമായിരുന്നു. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു പോവാണ്. നമ്മുടെ സാമൂഹിക സൗഹൃദത്തെ പോലും അവതാളത്തിലാക്കുന്ന നയപരിപാടികൾ, നമ്മുടെ സാമൂഹിക സൗഹൃദം, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്, കേരളത്തിൻ്റെ സാമൂഹിക ഘടന, അതൊരുപാട് പണിപ്പെട്ട് പടുത്തുയർത്തിയതാണ്. അതിൽ സൗഹൃദമുണ്ട്, മൈത്രിയുണ്ട്, സഹാനുഭൂതിയുണ്ട്, സഹിഷ്ണുതയുണ്ട്, സഹവർത്തിത്വമുണ്ട്, സുഹൃൽ മനോഭാവമുണ്ട്, ബഹുസ്വരതയുണ്ട്, സർവോപരി മതേതരത്വത്തിൻ്റെ ശക്തമായ സംസ്കൃതിയുണ്ട്. അതിനൊക്കെ തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ, പ്രവർത്തനങ്ങൾ അത് നടത്തുന്നവർക്ക് അറിഞ്ഞോ അറിയാതെയും എല്ലാ രീതിയിലും പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ കൊടുക്കുന്ന, അതിന് കൊടിപിടിക്കുന്ന സമീപനം ഇവർ സ്വീകരിച്ചു.